मंथली ईएमआई अमाउंट क्या होगा इंटरेस्ट रेट, लोन अमाउंट और ईयर के ऊपर। तो यहां पर एक सिंपल फॉर्मूले का यूज करेंगे। तो चलिए देखते हैं। सबसे पहले आपको टाइप करना है इक्वल और यहां पे लगाना है आपको पीएमटी। उसके बाद आपसे पूछेगा रेट। रेट में क्या है, जो भी इंटरेस्ट रेट होगा उस सेल को सिलेक्ट कर लेना है और इसको क्या करना है, डिवाइड कर देना है 12 से, ताकि ये मंथ में कन्वर्ट हो जाए। फिर कोमा देना है। फिर आपको सिलेक्ट करना है पीरियड। पीरियड हमारा ईयर है, इसको हमें क्या करना है, मल्टीप्लाई करना है 12 से, ताकि हमारा मंथ में कन्वर्ट हो जाए। फिर कोमा देना है। फिर आपको लोन अमाउंट सिलेक्ट करना है। इससे पहले आपको क्या करना है, माइनस करना है, उस लोन अमाउंट को सिलेक्ट कर लेना है सेल को, ताकि जो हमारा नंबर होगा वो हमारा पॉजिटिव में दिखे, और ब्रैकेट को क्लोज करके एंटर कर देना है। तो इस तरीके से आपका अमाउंट निकल जाएगा। अब यहां पर आप जो भी ईयर चेंज करेंगे, Data bar. Click on Data Validation. Choose List. In source type or select your list, press OK. Choose Month. In header cell, type this formula. Go to the first date cell, type this formula. Press Enter. Go to Conditional Formatting, New Rule. Type this formula. Click on Format. Choose Color. Press OK. OK. Now change the date and see the results that the calendar is working on. ഇന്റർവ്യൂവിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഈ ടേബിളിനുള്ളിലെ ഗ്രീൻ സെല്ലിലത്തെ വാല്യൂസിന്റെ സം എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുക, കീബോർഡിൽ Ctrl+F അമർത്തുക. അതായത് ഫൈൻഡ് എന്നതിൻ്റെ ഷോർട്ട് കട്ട് കീ ആയ Ctrl+F അമർത്തുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ഒരു ബോക്സ് തുറന്നു വരും. ഇതിൻ്റെ ഉള്ളിൽ ഈ ഫോർമാറ്റിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയൊരു ആരോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചൂസ് ഫോർമാറ്റ് ഫ്രം സെൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലൊരു ഫില്ലറിൻ്റെ സിമ്പിൾ ഇവിടെ വരും. എന്നിട്ട് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ഗ്രീൻ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ആ ഫൈൻഡിൻ്റെ ആ ബോക്സ് തുറന്നു വരും. ഇനി എന്ത് ചെയ്യാം, ഫൈൻഡ് ആൾ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെയുള്ള മുഴുവൻ ഗ്രീൻ സെല്ല് ഇവിടെ കാണിച്ചു തരും. ഇനി എന്ത് ചെയ്യാം, ഈ ഗ്രീൻ സെല്ലുകൾ മുഴുവനായിട്ട് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ Ctrl+A അമർത്തിയിട്ട് അത് മുഴുവനായിട്ടും സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും മുകളിൽ ഇവിടെ നെയിം സെല്ലുണ്ട്, അതായത് നമ്മുടെ സെല്ലിൻ്റെ ഒക്കെ പേര് ഡിസ്പ്ലേ ചെയ്യുന്ന നെയിം ബോക്സ് ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പേര് മാറ്റിയിട്ട് ഗ്രീൻ എന്ന് ചേർത്ത് കൊടുക്കാം. പേരൊക്കെ ചോയ്സ് ആണ്, ഇഷ്ടമുള്ളത് കൊടുക്കാം, ഇതന്നെ ആവണമെന്നില്ല, എന്ത് വേണമെങ്കിലും കൊടുക്കാം. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സമ്മ് കാണേണ്ട സാധാരണ ഉള്ള ഇക്വേഷനെ ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം ഈക്വൽ ടു ഇടുക, അതിനുശേഷം സം എന്ന് എഴുതുക. എന്നിട്ടിപ്പോൾ നമ്മൾ ആ കൊടുത്ത പേര് ഗ്രീൻ എന്ന പേര് ചേർത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഗ്രീൻ